കുറേ ഒന്നുമില്ല, നമ്മുടെ ചാനലിൽ നമ്മളൊരു നൈറ്റ് വ്ലോഗ് ഇട്ടിട്ട്. ഞാനിപ്പോൾ നമ്മുടെ തൃശ്ശൂരാണ്. തൃശ്ശൂരിൽ നമ്മളിന്ന് ചെന്നൈയിലേക്ക് പോകാൻ പോവാണ്. നമ്മുടെ തിരുവനന്തപുരം സെൻട്രൽ MGR ചെന്നൈ സെൻട്രൽ സൂപ്പർ ഫാസ്റ്റിനാണ് നമ്മൾ കയറി ചെന്നൈയിലേക്ക് പോകാൻ പോകുന്നത്. അപ്പോൾ തൃശ്ശൂരിൽ നിന്ന് ചെന്നൈ വരെയുള്ള ഒരു യാത്രാ വീഡിയോ ആണ് നിങ്ങളിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. 126-96 അതിലാണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇൻട്രോ എടുക്കാൻ വേണ്ടി ഈ 4ാമത്തെ പ്ലാറ്റ്ഫോമിൻ്റെ ആ ഭാഗത്തേക്ക് വന്നിരിക്കുകയാണ്. ഫ്രണ്ടിൽ നമ്മുടെ തിരുവനന്തപുരം നോർത്ത് മൈസൂർ എക്സ്പ്രസ്സും പിന്നെ വേറെ വണ്ടികളൊക്കെ വന്നിട്ട് കുറേ ആളും ബഹളമൊക്കെ ആയതുകൊണ്ട് ഫ്രണ്ടിൽ നിന്ന് ഇൻട്രോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ബാക്കിൽ വന്നിട്ട് ഇൻട്രോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഞാൻ പ്ലാറ്റ്ഫോമിലേക്ക് പോകണം. അത്യാവശ്യം നല്ല ആളും തിരക്കുമൊക്കെ ഉണ്ട്. ഇപ്പം തിരുവനന്തപുരം നോർത്ത് SMBT ബാംഗ്ലൂർ ഒരു സ്പെഷ്യൽ വരാനൊക്കെ ഉണ്ട്. അതിന് കയറാനൊക്കെ വന്നു. അത്യാവശ്യം നല്ലോണം ആൾക്കാരുണ്ട് പ്ലാറ്റ്ഫോമിൽ. അപ്പോൾ നേരെ നമുക്കിനി പ്ലാറ്റ്ഫോമിലേക്കല്ല, നമ്മുടെ വണ്ടി ഏതാണ്ട് ഒരു അരമണിക്കൂർ ഡിലേ ആണിപ്പം. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഒക്കെ കാണിച്ചു തുടങ്ങി. S3യിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. S3 ഏതാണ്ട് 13ാമത്തെ കോച്ചാണ്. S3 13. അങ്ങോട്ട് പോവാം. ഇതാണ് ഞാൻ പറഞ്ഞ മറ്റേ SMBT ബാംഗ്ലൂരിലേക്ക് സ്പെഷ്യൽ. അതിലൊരു തുക്ലക്കാബാദിൻ്റെ P7 ആട്ടോ. ആദ്യമായിട്ട് ഞാൻ സ്പെഷ്യൽ ട്രെയിൻ P7 പോകുന്നതാണ്. ഇതിനകത്ത് വലിയ ആളും തിരക്കൊന്നും ഇല്ല കേട്ടോ. കാലി അടിച്ചാൽ പോകുന്ന ഏറെക്കുറെ. ഞാൻ ആ പ്ലാറ്റ്ഫോമിലെ തിരക്കൊക്കെ കണ്ട വെച്ച് മിക്കവാറും ഇതിനായിരിക്കുന്നു. മിക്കവാറും നമ്മുടെ വണ്ടിക്കും പിന്നെ മൈസൂരിന് വന്നിറങ്ങിയ തിരക്കൊക്കെ ആയിരിക്കും അത്. രുചിയും ഗുണവും എന്ന് വെച്ചാൽ മലയാളിക്ക് പകരം തന്നെയാ ഫസ്റ്റ് ചോയ്സ്. അങ്ങനെ നിങ്ങൾക്ക് പ്ലാറ്റ്ഫോമിൽ തിരക്കുണ്ടായിരുന്നത്. തിരുവനന്തപുരം ഷാലിമാർ എക്സ്പ്രസ് അത് ലേറ്റ് ആയിരുന്നു. ഏതാണ്ട് ഇപ്പം 50 മിനിറ്റ് ഡിലേ ആയിട്ടാണ് വണ്ടി ഇവിടെ വന്നത്. അതിന് കയറാൻ വേണ്ടിയുള്ള ആൾക്കാരായിരുന്നു ഈ പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്നത്. കുറേ ബക്കറ്റും മറ്റിയും സാധനങ്ങളൊക്കെ ആയിട്ട് അത് വന്നപ്പം ഇപ്പോൾ അതേ പുറകിൽ കിടക്കുന്നുണ്ട്. ആണിപ്പോൾ വന്നത്. അത് വന്ന് കുറേ എണ്ണം ഓടിപ്പോയി കയറി. ഇപ്പോൾ ഏതാണ്ട് ശാന്തമായി. നമ്മുടെ വണ്ടി അത്യാവശ്യം നല്ല ലേറ്റ് ആട്ടോ ഉണ്ടോ. അപ്പോൾ സമയമായി, നമ്മുടെ വണ്ടി വരേണ്ട സമയം കഴിഞ്ഞു. ഷാലിമാർ ഇവിടെ നിന്ന് പുറപ്പെട്ടു. ഇതിൻ്റെ പുറകിൽ തന്നെ നമ്മുടെ വണ്ടിയുണ്ട്. ഇനി കുറച്ചങ്ങെത്തി കഴിയുമ്പോൾ നമ്മുടെ വണ്ടി ഇപ്പോൾ എത്തും ഇവിടെ. നമ്മുടെ തിരുവനന്തപുരം MGR ചെന്നൈ സെൻട്രൽ സൂപ്പർ ഫാസ്റ്റ് വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ കോച്ച് S3. തൃശ്ശൂരിന് 35 മിനിറ്റ് ഡിലേ ആയിട്ട് എടുത്തു കേട്ടോ. സമയം കണ്ടല്ലേ. അങ്ങനെ നമ്മൾ തൃശ്ശൂരിൽ നിന്ന് പുറപ്പെട്ടു. ഞാൻ ഈ കിടക്കാൻ പോവാണ്. ബാക്കി കാഴ്ചകൾ നാളെ രാവിലെ കാണിച്ചു തരാം. രാവിലെ അപ്പോൾ ഏതാണ്ട് ചോളാർപേട്ടയൊക്കെ എത്തും. ചോളാർപേട്ട തൊട്ട് ചെന്നൈ വരെയുള്ള കാഴ്ചകൾ കാണിച്ചു തരാം. അതെല്ലാവർക്കും നൈറ്റ് നാളെ രാവിലെ കാണാം. ഹായ്, ഗുഡ് മോർണിംഗ്. നമ്മളിത് ജോളാർപേട്ട എത്തിയിരിക്കുകയാണ്. ഗുഡ് മോർണിംഗ്. നമ്മളിത് ജോളാർപേട്ട എത്തിയിരിക്കുകയാണ്. നല്ല രാത്രി നമ്മൾ കിടക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടി ഏതാണ്ട് 1/4 മണിക്കൂർ ഡിലേ ഉണ്ടായിരുന്നു. അപ്പം ജോളാർപേട്ട എത്തിയ സമയത്ത് ഓൺ ടൈമായി. നല്ല രാത്രി ഉറക്കമൊന്നും അങ്ങോട്ട് ശരിയായില്ല. എന്താണെന്നറിയില്ല. ഈ വണ്ടി മറ്റേ CBC കപ്ലിംഗ് അല്ലേ, അത് കാരണം വണ്ടി പോകുന്ന വഴിക്ക് ഇടയ്ക്കിടയ്ക്ക് പിടിച്ചിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. തൃശ്ശൂരിന് ഏതാണ്ട് കോയമ്പത്തൂർ വരെ ഏതാണ്ട് ലേറ്റ് ആയിരുന്നു. പിന്നെ കോയമ്പത്തൂരിന് ശേഷം എന്താണെന്നും അറിയില്ല, ലേറ്റ് ആയിരിക്കും, ഞാൻ നോക്കിയില്ല. അപ്പോൾ ഇതിങ്ങനെ നിർത്തിയെടുക്കുന്ന കാരണം ഭയങ്കര ജെർക്ക്. ആ ജെർക്ക് കാരണം നമ്മൾ സീറ്റിൽ കിടക്കുന്ന സമയത്ത് ഒന്ന് ഉറങ്ങിയ വരുമ്പോഴത്തേന് ഈ സാധനം എടുത്തിട്ട് നമ്മൾ ഒരു എന്താ പറയുക, പെട്ടെന്ന് നമ്മൾ നല്ല ഉറക്കം നമ്മൾ പെട്ടെന്ന് നമ്മളിങ്ങനെ ഞെട്ടി തള്ളിയിട്ടില്ലേ, അതേപോലത്തെ ഭയങ്കര ജെർക്ക്. അത് ഉറക്കം അങ്ങോട്ട് ശരിയാവുന്നില്ല. അതാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പിടിച്ചിട്ട് ഇതാക്കുന്ന കാരണം ഒന്ന് ഉറങ്ങി വരുമ്പോഴത്തേന് ഇതാവുക. ഞാൻ പാലക്കാട് എത്തി അറിഞ്ഞു, കോയമ്പത്തൂർ എത്തി അറിഞ്ഞു, അതൊക്കെ തിരുപ്പൂർ എത്തി അറിഞ്ഞു, ഒക്കെ അങ്ങനെ അറിയുക തന്നെ. അങ്ങനെ ഇവിടെ നമ്മുടെ വണ്ടി എടുക്കുകയാണ് കേട്ടോ, ജോളാർപേട്ടയിൽ നിന്ന്. അങ്ങനെ ജോളാർപേട്ടയിൽ നിന്ന് നമ്മുടെ വണ്ടി എടുത്തു. വണ്ടിയിൽ കുറച്ച് അയ്യപ്പന്മാരൊക്കെ ഉണ്ട് കേട്ടോ. അതാണ് ഒച്ചയും ബഹളമൊക്കെ.
ആ കിടക്കണ മെമുവിൻ്റെ അനൗൺസ്മെൻറ്റാണ് പോകുന്നത്. ആരക്കോണത്തേക്ക് പോകുന്ന മെമു, അതാണ് എക്സ്പ്രസ്. നമ്മുടെ അടുത്ത സ്റ്റോപ്പ് വരുന്ന വാണിയമ്പാടിയാണ്. അവിടുന്ന് കുറച്ചേ ഉള്ളൂ വാണിയമ്പാടിയിലേക്ക്. നമ്മളങ്ങനെ വാണിയമ്പാടിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വാണിയമ്പാടിയല്ല, കുറേ ആൾക്കാർ കയറാനും ഉണ്ട്, അതുപോലെ ഇറങ്ങാനും ഉണ്ട്. ഇത് ആ ഓഫീസ് സമയമൊക്കെ ആകുമ്പോഴത്തേന് ചെന്നൈ എത്തുന്ന വണ്ടിയല്ലേ, അപ്പോൾ ഒരുപാട് ആൾക്കാർ ജനറലോട്ടും അതുപോലെ സ്ലീപ്പറിൻ്റെ ഭാഗത്തൊക്കെ കയറാൻ നിൽക്കുന്നുണ്ട്. നമ്മൾ വാണിയമ്പാടിയിൽ നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ്. ആ ഭാഗത്തേക്ക് നല്ല മഴക്കാറുണ്ട് കേട്ടോ. മഴ പെയ്യുമെന്ന് പറഞ്ഞില്ല. ഞാനിപ്പോൾ ഈ വരുന്ന സമയത്ത് ചെന്നൈയിൽ മറ്റേ ശ്രീലങ്കയിലെ സൈക്ലോണിൻ്റെ ഭാഗമായിട്ടുള്ള നല്ല കാറ്റും മഴയൊക്കെയാണ് ഉണ്ട്. കേരള എക്സ്പ്രസ് ആയിട്ട് പഠിച്ച് പിന്നിച്ച് പോയായിരുന്നു. അതിന് 2 ലോക്കോ ഉണ്ടായിരുന്നു. എനിക്കൊന്ന് മറ്റേ പുറകിലത്തെ പീസ മിക്കവാറും ഡെഡായിട്ടുണ്ടാവും. അതായിരിക്കും ഫ്രണ്ടിൽ വേറൊരു പീസ കൊടുത്തുവിട്ട് പോയത്. കാട്ട്പാടി എത്തി കേട്ടോ. ഇവിടെ നല്ല തിരക്ക് കയറാനുണ്ട് നമ്മുടെ വണ്ടിയിൽ. നമ്മളങ്ങനെ കാട്ട്പാടിയിൽ നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ ഇപ്പം മഴ പെയ്ത് പോയിട്ടുണ്ട് കേട്ടോ. നമ്മളങ്ങനെ ആരക്കോണം എത്തിട്ടോ. ആരക്കോണം എത്തിയപ്പോൾ നല്ല തിരക്കാണ് നമ്മുടെ വണ്ടിയിൽ ഇപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ, നല്ല ക്രൗഡ് കയറുന്നുണ്ട്. സ്ലീപ്പറിലേക്കൊക്കെ ആൾക്കാർ ഇടിച്ച് കയറിക്കൊണ്ടിരിക്കുക. ആരക്കോണെന്ന് നിർത്തിട്ടോ. എടുത്തതിന് ശേഷം നമ്മുടെ വണ്ടി ഇതാണ് അവസ്ഥ. ഡോറിൽ വരെ തൂങ്ങി പിടിച്ച് നിന്നാ പോയിക്കൊണ്ടിരിക്കുന്ന ഓരോരുത്തർ. നമ്മളിനി ചെന്നൈ എത്താനായിട്ട് ഏകദേശം ഒരു 4 കിലോമീറ്റർ കൂടെ ഉള്ളൂ കേട്ടോ. എൻ്റെ മുന്നിലുള്ളൊരു സ്റ്റേഷനിൽ നമ്മളെ കൊണ്ടിവിടെ പിടിച്ചു. അപ്പോൾ നമ്മുടെ വണ്ടിയിലുണ്ടായിരുന്ന ഒരുപാട് ആൾക്കാർ ഇവിടെ ട്രാക്കിൽ കൂടെ ഇറങ്ങി അപ്പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പുറത്തെ ഒരു ലോക്കൽ ട്രെയിൻ വന്ന് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ആകെ പെട്ട അവസ്ഥയായിരുന്നു. എന്താ പറയുക, വണ്ടിയിൽ
അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാനും വയ്യ. ഇവിടെ മൊത്തം ആൾക്കാരും ട്രെയിനും നോക്കിയാൽ നിങ്ങൾ ട്രാക്കിൽ മൊത്തം ആൾക്കാരായി കൂടെ ട്രെയിനും വരുന്നത്. ട്രാക്കിലും ആൾക്കാർ ഇവിടെ സിഗ്നലാണ്. ഇതേ അടുത്ത വണ്ടി ഇതേ ട്രാക്കിൽ കൂടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു എക്സ്പ്രസ് ആണ്. ദാനാപൂരിൽ SLVT ബാംഗ്ലൂരിലേക്കുള്ള സംഘമിത്ര എക്സ്പ്രസ് ആണ് ഇപ്പം അങ്ങോട്ട് പോയത്. അത് പോകുന്ന സമയത്താണ് ആ ട്രാക്കിനകത്ത് മൊത്തം ആൾക്കാരുണ്ടായിരുന്നത്. മൊത്തം ആൾക്കാരായിരുന്നു അവിടെ. നമ്മളിപ്പം ബേസിംഗ് ബ്രിഡ്ജ് എത്തി കേട്ടോ. പുറത്തുനിന്ന് ഏതോ ഒരു വണ്ടി വരുന്നുണ്ട് നമ്മുടെ ബാക്കിൽ കൂടെ. അത് ഭുവനേശ്വറിൽ നിന്ന് ചെന്നൈ സെൻട്രലിലേക്ക് വരുന്ന വണ്ടിയാട്ടോ. ഭുവനേശ്വർ ചെന്നൈ എക്സ്പ്രസ്. നമ്മൾ അവനും കൂടി ഒരുമിച്ച് ചെന്നൈ സെൻട്രലിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. മറ്റേ ഭുവനേശ്വർ ചെന്നൈ എക്സ്പ്രസ്സും നമ്മളും കൂടി. പ്ലാറ്റ്ഫോം നമ്പർ 9 നമ്മൾ കയറിയിട്ടുള്ളത്. 17-ാം തീയതി തൊട്ട് നമ്മുടെ ഈ വണ്ടി LHB ആവും. ഇതിൻ്റെ കൂടെ റൈഡ് ഷെയറിങ്ങുള്ള ആലപ്പുഴ ചെന്നൈ സൂപ്പർ ഫാസ്റ്റും അതുപോലെ നമ്മുടെ വെസ്റ്റ് കോസ്റ്റ് മംഗലാപുരം സൂപ്പർ ഫാസ്റ്റ് അങ്ങനെയുള്ള വണ്ടികളൊക്കെ അടുത്ത മാസം മുതൽ LHB ആവുകയാണ്. ആ കൂട്ടത്തിൽ ഈ വണ്ടിയും LHB ആവുകയാണ്. 17-ാം തീയതിയാണ് ഈ വണ്ടി LHB ആവുന്നത്. ഇതാണ് നമ്മുടെ കോച്ച് S3. 2008 ഉണ്ടാക്കിയിട്ടുള്ള കോച്ചാണ്. പെട്ടെന്ന് കൂടെ നമ്മുടെ ലോക്കവും കൂടി നോക്കിയിട്ട് പുറത്ത് പോയിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ആരക്കോണത്തിൻ്റെ ഒരു WP4 ആണ് നമ്മളിവിടെ MGR ചെന്നൈ സെൻറ്ററിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ഇന്നലെ ഞാൻ കാണിച്ചായിരുന്നു, പക്ഷേ രാത്രി ആയതുകൊണ്ട് അത്ര ക്ലിയർ ഉണ്ടാവില്ലല്ലോ. ഫുള്ളൊരു ചളി പിടിച്ച ലോക്കം കേട്ടോ.
മാസത്തിന് തൃശ്ശൂരിൽ നിന്ന് ചെന്നൈയിലേക്കുള്ള യാത്ര ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഒരു ചെറിയ വീഡിയോ ആയിരുന്നു. ഇത് കറക്റ്റായിട്ടൊന്നും വീഡിയോ എടുക്കാനും പറ്റിയില്ല. ഞാൻ പറഞ്ഞ എൻ്റെ സീറ്റ് അവിടെ ആയിരുന്നു, പിന്നെ തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഒരു ചെറിയൊരു വീഡിയോ ആയിരുന്നു. അത് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ അടുത്ത യാത്ര എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ചെന്നൈയിൽ നിന്ന് നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ്. അത് നമ്മുടെ കൊല്ലം ചെന്നൈ മെയിലുണ്ടല്ലോ, ആ വണ്ടിയിൽ നിന്ന് LSBയിലേക്ക് മാറുകയാണ്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് LSB റണ്ണിന് അത് ഷൂട്ട് ചെയ്യാനായിട്ട് ഞാൻ ചെന്നൈയിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അത് വൈകിട്ടൊരു 5:30-ക്കാണ് നമ്മുടെ താമ്പരത്തിനാണ് എടുക്കുന്നത്. അപ്പോൾ ഇനി അതുവരെ സമയമുണ്ട് ഇവിടെ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുത്തിരിക്കുന്നു. അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ ബൈ, സി യു.